എന്നെ അടുത്ത മകനുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സമയം നിങ്ങളുടെ കാതുകളിൽ സന്ദേശവുമായി ഇവിടെ എത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹവും കരുണയും ഉള്ളതുകൊണ്ട് മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 19-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള ആ തിരുവചനം ഉള്ളതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ വിലയറിയാതെ അതിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇതിനപ്പുറമായി എവിടെയാണ് ഇനിയുള്ള വാസം എന്നതിനെ കുറിച്ചുള്ള ചുരുക്കം സന്ദേശം മാത്രം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുവാനൊക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സമയത്തിനകത്ത് നിന്നും അല്പ നിമിഷം ഞാൻ ചോദിച്ചുകൊണ്ട് ഈ സന്ദേശത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകളെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കളിയാക്കിയും നിന്ദിക്കുകയും കല്ലെറിയിച്ച ഒരാളായിരുന്നു ഞാനും. മതം മാറ്റുന്ന പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടതിനെ ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന ഞങ്ങളൊക്കെ ഇന്ന് പരസ്യമായി നിന്ന് ഇതുപോലെ വഴിയോരങ്ങളിൽ തെരുവോരങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ വരവിനെ ഘോഷിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ഈ സുവിശേഷ സന്ദേശം, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷ സന്ദേശം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും നിത്യമായ ജീവനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സന്ദേശവുമായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ ഏറ്റവും അധികമായി നിന്ദിക്കുമായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകളും നടത്തിയതിനു ശേഷം ഒന്നിനെ പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്തായാലും മരിക്കും, എന്നാൽ മരിക്കുന്നതിന് മുന്നേ ഞാൻ കണ്ടറിഞ്ഞ കളിയാക്കിയിരുന്ന യേശുക്രിസ്തു ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പിന്നെയും മടങ്ങിപ്പോയി പഴയ പോലെ ജീവിക്കാം എന്ന് കണ്ടു വന്ന ഒരാളായിരുന്നു. എന്നാൽ 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാൻ സത്യമായ സന്ദേശമാണ് ഞാനിന്ന് വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനെന്ന് യേശു പറഞ്ഞു. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ്. അതിലധികമായ കഷ്ടമാണ്. ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഏറ്റവും അധികമായി പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് മാതാപിതാക്കന്മാരെ